കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തും വിനോദസഞ്ചാരത്തിന് വിലക്കുണ്ട്. യുഎഇയിൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൂര്യാഘാതമേൽക്കുമ്പോൾ ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് പരിശീലനം നൽകാൻ ദുബായ് ആരോഗ്യ മന്ത്രാലയം. കനത്ത ചൂടിൽ സൂര്യാഘാതമേൽക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണിത്. തുടക്കത്തിൽ 6000 തൊഴിലാളികൾക്കാണ് പരിശീലനം നൽകുക. സൗജന്യ മെഡിക്കൽ കിറ്റും ഇതോടൊപ്പം വിതരണം ചെയ്യും. മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ അബുദാബി പോലീസ് സ്മാർട്ട് ബസ് പുറത്തിറക്കി. വിദ്യാർത്ഥികളെയും മാളുകളിലെ ജീവനക്കാരെയും കമ്മ്യൂണിറ്റി കൌൺസിൽ ഉൾപ്പെട്ടവരെയും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. കുവൈത്തിൽ നിയമലംഘകർക്ക് അനുവദിച്ച പൊതുമാപ്പ് കാലാവധി ഞായറാഴ്ച അവസാനിക്കും. തുടർന്നും നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിന്റെ മുന്നോടിയായി ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഏകോപന യോഗം ചേർന്നു. അബുദാബിയിൽ നടക്കുന്ന പ്രീ കോപ്പ് 29 ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ എഐയുടെ പ്രാധാന്യത്തെ കേന്ദ്രീകരിക്കും. ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഗൃഹങ്ങളെ സംരക്ഷിക്കുന്നതിലെ സാധ്യതയും ഉച്ചകോടിയിൽ ചർച്ചയാകും. കോപ്പ് 28 പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ അൽ ജാബർ എക്സിലൂടെ അറിയിച്ചതാണിത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായി ഫ്ലൈനാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 7ാം വർഷമാണിത്. ലോകത്തിലെ ഏറ്റവും മികച്ച 4ാമത്തെ ചെലവ് കുറഞ്ഞ കമ്പനിയെന്ന ബഹുമതിയും ഫ്ലൈനാസ് സ്വന്തമാക്കി. ഇന്റർനാഷണൽ സ്കൈ ട്രാക്സ് ഓർഗനൈസേഷനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. വ്യോമയാന മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡാണിത്. അൽബർഷ മാളിലെ ദുബായ് കോടതി ബ്രാഞ്ച് ഈ മാസം 30 മുതൽ അടച്ചിടും. ഇവിടെ ലഭ്യമായിരുന്ന നോട്ടറി സർവീസുകൾ ദുബായ് കോടതി വെബ്സൈറ്റിൽ ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് പേഴ്സണൽ യൂസർ നെയിം ഉപയോഗിച്ച് സേവനങ്ങൾ നേടാമെന്ന് അധികൃതർ വ്യക്തമാക്കി.